സ്ക്രാംബ്ലറാക്കാൻ നോക്കി. പക്കയായിട്ടങ്ങ് സ്ക്രാംബ്ലർ ആണെന്ന് ചോദിച്ചാൽ യെസ്, ബൈ ലുക്സ് ഓൾമോസ്റ്റ് ഒരു സ്ക്രാംബ്ലറിൻ്റെ ഫീലൊക്കെ തരുന്നുണ്ട്. സൈലൻസർ നമ്മുടെ അൺലൈക്ക് ഇതുവരെയുള്ള ട്വിൻസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ സൈലൻസറായിട്ടാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ ഒരു വിസിലിംഗ് സൗണ്ടൊക്കെ അതിനകത്ത് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കാനായിട്ട് ഹെൽമെറ്റിൻ്റെ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഈ പോർഷൻ ഈ പോർഷനൊക്കെ കാണുമ്പോൾ പക്ക സ്ക്രാംബ്ലർ മെറ്റീരിയലാണ്. നമ്മുടെ ഒരു സൈലൻസറും ടയേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹിമാലയനിൽ വരുന്ന ഏകദേശം ഒരു ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ സാറിന് നോർമലി അഡ്വഞ്ചർ ബൈക്സിനൊക്കെ കാണുന്ന ഒരു രീതിയിലുള്ള ടയേഴ്സാണ് ഫുള്ളി കാണുന്നത്. ഹായ് ഗൈസ്, അഗെയിൻ കേലുവണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടിക്കകത്തിരുന്നൊരു വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൈയൊക്കെ എല്ലാം പ്രോപ്പറായി. ഡോക്ടർ വണ്ടി എടുത്തോളാൻ സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരെ ഓടിച്ചു. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്തി 2 ദിവസം ഒന്ന് ഓഫീസിൽ കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി. ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ടാകും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഡാഷ്ബോർഡിനകത്ത്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ ഒരു കരടി ഇറങ്ങി, നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണാൻ പോകുന്നു. കുറച്ച് നാളായിട്ട് വിചാരിച്ചതാണ്, ഇതുവരെ പറ്റിയില്ല. അപ്പം ഇന്ന് ഇപ്പോൾ പറ്റിയതുകൊണ്ട് ഇറങ്ങിയതാണ്. സാറിന് നമ്മൾ ശനിയാഴ്ചകളിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞായറാഴ്ചയായിട്ടും ഇറങ്ങാൻ വെച്ചു. കാരണം ഇന്നലെ കുറച്ച് ജോലിത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശനി ഞായർ ആണെന്നുണ്ടെങ്കിൽ എന്നെ കണക്കുള്ള ചില IT-കാർക്ക് ഇങ്ങനെ ശനി ഞായറൊന്നും കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച നോക്കിയപ്പോൾ ട്രാഫിക് മീൻസ് ജോലിയുടെ കാര്യമല്ലോ അവിടെ പറഞ്ഞത്. അപ്പം ഇൻ്റർനെറ്റിൽ ഞങ്ങളുടെ സെർവറിലോട്ട് വരുന്ന ട്രാഫിക് കുറച്ച് കുറവായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഷോറൂമിലൊക്കെ വിളിച്ച് ഓക്കെ പറഞ്ഞില്ലേ, കരടിയെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ വേറെ ഒന്നിനല്ല, റോയൽ എൻഫീൽഡിൻ്റെ BR 650 ആണ്. ഓക്കെ, അപ്പം സ്ക്രാംബ്ലർ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് അറിഞ്ഞേ പറ്റൂ. ഒരു 1300 GS ആണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ പോകുന്നത്. അല്ലല്ലോ, GS അല്ലല്ലോ, GSൻ്റെ ഇങ്ങനെയല്ല, ട്രാൻസാൽപ്പ് യെസ് ആണ്. പുള്ളി എവിടെയോ ട്രിപ്പ് പോവാണ്, അതെന്തെങ്കിലും അവിടെ. ഓക്കെ, പറഞ്ഞു വന്ന ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, BR 650. ഓക്കെ, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അതൊന്നും പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഷോറൂമിൽ ചെന്നിട്ട് ബാക്കി ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വണ്ടിയിൽ പെട്രോൾ കുറവാണ്. ഓക്കെ, ബട്ട് എന്നാലും ആ ഇൻ്റർസെപ്റ്ററിൻ്റെ ആ പൊസിഷൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വണ്ടി എടുത്ത് 30 കിലോമീറ്റർ, പക്ഷേ 30 സ്പീഡിലോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത കാര്യം അത്. കുറച്ചും കൂടെ ഒന്ന് നേരെ ഇരിക്കാൻ പറ്റും, കുറച്ചും കൂടെ ഷോർട്ടർ റൈഡേഴ്സിന്. ഓക്കെ, പക്ഷേ നീളമുള്ളവർക്ക് എന്തായാലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്ക്രാംബ്ലറാക്കാൻ നോക്കി. പക്കയായിട്ടങ്ങ് സ്ക്രാംബ്ലർ ആണെന്ന് ചോദിച്ചാൽ യെസ്, ബൈ ലുക്സ് ഓൾമോസ്റ്റ് ഒരു സ്ക്രാംബ്ലറിൻ്റെ ഫീലൊക്കെ തരുന്നുണ്ട്. എൻജിൻ നമ്മുടെ പഴയ ആ എൻജിൻ്റെ ഒരു സുഖമൊക്കെ തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു വ്യത്യാസങ്ങളൊന്നും വരുത്താൻ വേണ്ടി ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഈ എൻജിന് ഒരു അപ്ഡേഷൻ ഉടനെ വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഈ 650 അവർ മാറ്റിയിട്ട് അവർ 750 cc മാറ്റുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം. മീൻസ് ഇപ്പോഴത്തെ സ്പൈ ഷോട്ട്, അതായത് ഹിമാലയൻ്റെയും ഇൻ്റർസെപ്റ്ററിൻ്റെ തന്നെ 750-യുടെയൊക്കെ സ്പൈ ഷോട്ട്സ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം. അപ്പം വൈകാതെ തന്നെ 650 മാറി അതെല്ലാം 750 ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടങ്ങനെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കളറെന്ന് പറയുന്നത് വൈൽഡ് ഹണി എന്ന് പറയുന്ന കളറാണ്. ഓക്കെ, മൊത്തത്തിൽ 5 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അത് എൻ്റെ പേരൊക്കെ ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഓൺ റോഡ് പ്രൈസും ബാംഗ്ലൂർ വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സൈലൻസർ നമ്മുടെ അൺലൈക്ക് ഇതുവരെയുള്ള ട്വിൻസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ സൈലൻസറായിട്ടാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ ഒരു വിസിലിംഗ് സൗണ്ടൊക്കെ അതിനകത്ത് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കാനായിട്ട് ഹെൽമെറ്റിനകത്ത്. എനിക്ക് ഫുൾ അങ്ങനെ സൗണ്ട് കേൾക്കില്ലെങ്കിലും
അത്യാവശ്യം കേൾക്കുന്ന സൗണ്ട് നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഒരിടത്ത് നിർത്തിയിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. പക്ഷേ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറാണ്. ഒരു സ്ക്രാംബ്ലറിൻ്റെ രീതിയിലുള്ളൊരു രീതിയിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ടുള്ളൊരു സസ്പെൻഷൻ കൊടുക്കാൻ തോന്നുന്നു. ടയറൊക്കെ പക്ക ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു 50-50 ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഹിമാലയനിലൊക്കെ കണ്ടണക്കത്തെ ഒരു കൺസോളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റേ ഗൂഗിൾ മാപ്സൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു Gen 2 സത്യത്തിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരും പറഞ്ഞ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടല്ലോ, അവർ അത് ഇതുവരെയായിട്ട് പരിഹരിച്ചിട്ടില്ല. ബാക്കിയുള്ള വണ്ടിയിലോട്ട് ആ സെയിം കൺസോൾ എടുത്ത് വെച്ചപ്പോഴും ആ പരിഹാരങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അത് വന്നാലേ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്മൂത്ത് ആവത്തുള്ളൂ. കാരണം ഗൂഗിൾ മാപ്സൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഓണായിട്ടിരിക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത് ഗൂഗിൾ മാപ്പിൽ കൊണ്ടുവന്നതിന് വലിയ പ്രയോജനമില്ല. കാരണം മെയിനൊരു കൺസേൺ അത് തന്നെയാണ് എല്ലാവർക്കും. പുള്ളിക്ക് നല്ല അടിപൊളി പക്ക അതേ ഇതിന് വേണ്ടി അൺലൈക്ക് ഷോർട്ട് ഗൺ ആട്ടോ. പക്ഷേ ഇതിൻ്റെ സീറ്റിങ് ഞാൻ നോക്കിയിട്ട് ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു ചെറിയ സീറ്റിംഗ് കണക്ക് എനിക്ക് ഒരു ഇത് ഒരു എന്താ പറയുക, ഒരു സാമ്യത. കാരണം ഷോർട്ട് ഗണ്ണിനകത്തിരുന്ന ഒരു രീതിയിൽ ഇരിക്കുന്ന കണക്ക് എനിക്കൊരു ഫീലിങ്. പക്ഷേ ബൈ ലുക്ക് വൈസൊക്കെ കംപ്ലീറ്റ്ലി ഒരു സ്ക്രാംബ്ലർ തന്നെ ആട്ടോ ഇത്. അത് കണക്ക് തന്നെ ഇന്ന് നമുക്ക് ഈ വണ്ടി തന്നേക്കുന്നത് അഗാരയിലുള്ള ടെക്നിക് മോട്ടോഴ്സാണ്. നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ ഗറില്ലയുടെ വീഡിയോ ചെയ്തത് അവിടെ നിന്ന് തന്നെയായിരുന്നു. ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ധൃതി പിടിച്ചൊന്നും പറയൂല. മറ്റേ ഞാൻ ഇതിനു മുമ്പ് വേറെ പോയിട്ടെല്ലാം ഭയങ്കര തിരക്ക് കാരണം അവർ പെട്ടെന്ന് വണ്ടി കൊണ്ടുപോവുക. ഇവർ അങ്ങനത്തെ പറച്ചിലൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഏത് വഴി പോവാം? കുറച്ച് നേരം പോയി നോക്കാം. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളവരടുത്ത് ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കുന്ന വിചാരിച്ചിട്ട് കേട്ടോ. ടേണിംഗ് റേഡിയസ് ഇച്ചിരി കുറവാണ്. വന്ന് റോയൽ എൻഫീൽഡിന് ടേണിംഗ് റേഡിയസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി മോശമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഈ പോർഷൻ ഈ പോർഷനൊക്കെ കാണുമ്പോൾ പക്ക സ്ക്രാംബ്ലർ മെറ്റീരിയലാണ്. നമ്മുടെ ഒരു സൈലൻസറും ടയേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹിമാലയനിൽ വരുന്ന ഏകദേശം ഒരു ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ സാറിന് നോർമലി അഡ്വഞ്ചർ ബൈക്സിനൊക്കെ കാണുന്ന ഒരു രീതിയിലുള്ള ടയേഴ്സാണ് ഫുള്ളി കാണുന്നത് നമുക്ക്. അതാണ് തന്നെ നമ്മുടെ ബെൻ പൈപ്പൊക്കെ ഇങ്ങനെ ഉണ്ടോ. മറ്റേത് അപ്പുറം സൈഡിൽ കൂടെ അങ്ങ് പോത്തേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അതിന് അവിടെ നിന്ന് ഒരു തിരിവ് വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നത്. ആ ഹെഡ്ലൈറ്റ് നമ്മുടെ ആ ഒരു കൊള്ളാത്ത LED ഹെഡ്ലൈറ്റ് അതേ കണക്കിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ റോയൽ എൻഫീൽഡ് കണ്ടുവന്നോണ്ടിരുന്ന നമ്മുടെ ഒരു ബൾബ് ടൈപ്പൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ എല്ലാം LED ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല കാണാൻ രസമുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ. നമ്മുടെ ഇൻ്റർസെപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് വരുന്ന രീതിയിലുള്ളൊരു സീറ്റാണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ. കാണുമ്പോൾ തന്നെ ഒരു റോയൽ എൻഫീൽഡ് ഇപ്പോൾ റോയൽ എൻഫീൽഡേ അല്ല, ആ ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ.
കണ്ടോ, ആ ഒരു ഹീറ്റിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇവിടെ കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാര്യം. ഇവിടെ അങ്ങനെ പെട്ടെന്ന് കാലം തട്ടില്ല. പിന്നെ ഇവിടെ കാണാൻ തട്ടിക്കഴിഞ്ഞാൽ നല്ല വിവരം അറിയും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്സ് എന്ന് പറയുന്നത്. വണ്ടി കുറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്, അവർ കഴിവാറൊന്നുമില്ല, അത് വേറൊരു കാര്യം. ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് തിരിച്ച് ഷോറൂമിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി പെട്ടുപോകും. ലോ കാണിച്ചപ്പോഴും ഞാൻ ഇത്രയും ലോ എന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം നമ്മൾ അവിടെ നിർത്തിയിട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സൈലൻസറിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാനായിട്ടുള്ള പറ്റിയില്ല. ഇതാരൊക്കെയും കൊണ്ടുകൊണ്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി. അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് എല്ലാം ലിവർ മറ്റേ കട്ടാവേണ്ട അടുത്ത് കട്ടായിട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പം വീഡിയോയ്ക്ക് ഷെയ്ക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ, എത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഹാർഡാണ് നമ്മുടെ സസ്പെൻഷൻ സെറ്റപ്പ്. ഇത് അതുകൊണ്ടൊരു പ്രോപ്പർ സ്ക്രാംബ്ലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സസ്പെൻഷൻ വെച്ചിട്ട്. കുറച്ച് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആക്കാമായിരുന്നു. കാരണം മുട്ട് കയറുന്നതാണ് കയറും. സംഭവം ഒന്ന് കൈ കൊടുത്തേ ഉള്ളൂ, 4ാമത്തെ ഗിയറില്ല സാധനവും എത്തി. അപ്പോൾ ആ ഒരു മിസൈൽ സ്വഭാവം ഇപ്പോഴും അത് കണക്ക് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എൻജിൻ. നമ്മൾ GT-യിലും ഇൻ്റർസെപ്റ്റിലും അനുഭവിച്ച ആ ഒരു ത്രില്ലുണ്ടല്ലോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഓക്കെ, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ആണ് എല്ലാ സാധനവും. അതിപ്പം ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ ഒരു ലിമിറ്റുണ്ട്, അത് പോകണ്ട. അതിനെ പറ്റി കൊണ്ട് ബ്രേക്കിങ്ങിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കപ്പാസിറ്റി ഇതിനകത്ത് മറന്നുപോയല്ലോ. ബ്രേക്കിംഗ് കപ്പാസിറ്റി അത്യാവശ്യം നൈസാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു 750cc. അതിനകത്ത് സത്യത്തിൽ ഡബിൾ ഡിസ്കൊക്കെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തേക്കുന്നത് ഇതുവരായിട്ടുള്ള സ്പൈസ് ഷോട്ടിൽ വെച്ച്. ആദ്യമേ കണ്ടത് ഹിമാലയൻ 750 ഹിമാലയൻ 650 ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം കൂടുതൽ റിപ്പോർട്ട്സ് പറയുന്നത് അതൊരു 750cc തന്നെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഇതിനും ആ ഒരു സെയിം എൻജിൻ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ കുറച്ചും കൂടെ ഇപ്പം വണ്ടി എടുക്കാൻ നോക്കുന്നവർക്കൊരു 650cc സ്ക്രാംബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ അങ്ങനെ ബാക്കി മറ്റേ എന്താ പറയുക, നമ്മുടെ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലറിനെ പൊക്കി പറഞ്ഞാണെങ്കിൽ ഞാൻ ഇതിനങ്ങനെ പൊക്കി പറയുന്നില്ല. കാരണം ആ ഒരു സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ് കാരണം. അതർവൈസ് ലുക്സ് വൈസ് ദിസ് ഈസ് എ പ്രോപ്പർ സ്ക്രാംബ്ലർ. ഓക്കെ, നമ്മുടെ STയുടെ സ്ക്രാംബ്ലറൊക്കെ കണക്ക് തന്നെയാണ്. ലുക്സ് കൊണ്ട് ഇതൊരു സ്ക്രാംബ്ലർ തന്നെയാണ്. പക്ഷേ വർക്ക് കൊണ്ട് അങ്ങനെ ഒരു സ്ക്രാംബ്ലർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് 100% പറയാൻ പറ്റുന്നില്ല. ബട്ട് ലുക്ക് വൈസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സൈഡിലത്തെ ബോക്സിൻ്റെ ഒക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ എങ്ങനെ വേണം, മീൻസ് ഇതിൻ്റെ തന്നെ ബാക്കി കളർ സ്കീമൊക്കെ കാണും കേട്ടോ. അത് പലതും നമ്മുടെ എന്താ പറയുക, നമ്മൾ ഡേർട്ട് ട്രാക്കിലൊക്കെ കൊണ്ടുവന്ന രീതിയിലുള്ള കളർ സ്കീമാണ് ആ ഒരു കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് വിടുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി കുറേ കളേഴ്സ് ഉണ്ട്. അതാണ്ട് ഇതൊക്കെയാണ്, ഒന്നുകൂടെ ഞാൻ കാണിച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ടെക്നിക് മോട്ടോഴ്സിൻ്റെ നമ്പറും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇവിടെ കുറച്ച് നേരം കൂടുതൽ കിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ വണ്ടി ഒതുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടേണിംഗ് റേഡിയസിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മുടെ ഹിമാലയം വളഞ്ഞിരുന്ന പോലും ഇത് വളഞ്ഞു വരില്ല.
ഓക്കെ, അപ്പോൾ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വണ്ടി ഓടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ വന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. ഒരു പ്രോപ്പർ സ്ക്രാമ്പർ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ക്രാം ഉണ്ടാക്കിയാണ്, പക്ഷേ സ്ക്രാമിന് കുറച്ചും കൂടെ കംഫർട്ട് ഉണ്ടായിരുന്നു റൈഡിങ്. പക്ഷെ ആ ഒരു രീതിയിലുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാനേന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ ഓൺ റോഡ് വല്ലതായപ്പം ഇതാണ് ബാംഗ്ലൂർ. ഓക്കെ, നാട്ടിലെ എത്ര എന്നുള്ളത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കാണാം. ദിസ് ഇസ് കേൾവണ്ടി സൈനിങ് ഓഫ്. ബൈ.